Hi friends, I am Shamsi. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സ്പൈസി റവ ഉണ്ണിയപ്പമാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഒരു 2 കപ്പ് തൈര്, 2 കപ്പ് റവ, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെക്കുക. കുറച്ച് സമയം മിക്സ് ചെയ്ത് വെക്കണം നന്നായിട്ട്. എത്രയാണോ റവ എടുത്ത് അത്ര തന്നെ നമുക്ക് തൈര് വേണം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ടേസ്റ്റിന് ഉപ്പ് ചേർത്താൽ മതി, അധികം ചേർക്കരുത്. ഇത് നമുക്ക് ഈവനിങ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. രാവിലെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. രാവിലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണ്, ഈ ഫുഡ് ഐറ്റമാണ് ഇത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചത് 2 എണ്ണം, അല്ലെങ്കിൽ ഒന്ന് മതിയാവും. കിഴങ്ങ് 1 മതിയാവും, ചെറിയ ഒരു കിഴങ്ങ്. കുറച്ച് വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വേപ്പില. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റേ കറിവേപ്പില ലീവ്സ് യൂസ് ചെയ്യാം. ഇഷ്ടമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ എടുത്ത് അതിലോട്ട് ഓയിൽ ഒഴിക്കാം. പാകത്തിന് ഓയിൽ ഒഴിച്ചാൽ മതി, കൂടുതലാവരുത്. കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊരു പകുതി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. അതിൻ്റെ കളറൊന്ന് ഫെയ്ഡായാൽ മതി, കൂടുതൽ വെന്ത് പോരുത്. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. കൂടുതലായിട്ട് ഓവറായിട്ട് വെന്താലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയൊരു കടിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റിൽ വേണം അതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അതാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐറ്റം നമുക്ക് ഈവനിങ് ആയിട്ട് നമ്മൾ ഹസ്ബൻഡൊക്കെ വരുമ്പം, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇതായി വരുമ്പോഴത്തേക്ക് നന്നായി മിക്സായി വരാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ നമുക്കൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ചൂടാക്കി കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഈ പൊട്ടാറ്റോക്ക് അത്യാവശ്യം വേവ് ഉണ്ടാവും, പക്ഷേ അധികം വെന്ത് പോകാനും പാടില്ല. അപ്പോൾ നമുക്കൊരു ആവശ്യത്തിന് വേവ് മതി. ആ വേവിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത്. ആ സമയം നമ്മൾ ഉള്ളി ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത്യാവശ്യം വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നുണ്ട് വാടി വരുന്ന കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് വാടി വന്നതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ആദ്യം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മളെ ഡിഷിൽ കടിക്കാൻ കിട്ടണം ഉള്ളി. നന്നായി വഴറ്റി കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആയിട്ടുണ്ട്, അതതിൽ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു വേവേ ഉള്ളൂ, കൂടുതലായിട്ട് വെന്തളിഞ്ഞു പോയിട്ടില്ല, ചെറുതായിട്ട് വെന്തിട്ടുള്ളൂ. ഒരു 5 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും, 5-10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അത് ചേർത്ത് നന്നായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് കണ്ടില്ല, അധികം ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൂ ഉള്ളിയുടെ. അത്ര ആയാൽ മതി. കൂടുതൽ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിന് പെപ്പർ ചേർത്ത് കൊടുക്കുക, ടേസ്റ്റിനാണ്. നമ്മളിതിൽ മുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അപ്പോൾ എരിവ് നോക്കി പാകത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പെപ്പർ. ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാലും ടേസ്റ്റ് കുറയും. അതുകൊണ്ട് കുറച്ച് നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് വേണം പെപ്പർ ചേർത്ത് കൊടുക്കാൻ. ചെറുതായിട്ട് ആയി വരുന്നുണ്ട്, മാറ്റി വെച്ച ഉള്ളി ആയി വന്നിട്ടുണ്ട്. നന്നായി റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ ചെയ്താൽ മതിയാവും, ഇല്ലേ കരിഞ്ഞു പോവും, അടി പിടിക്കും.
ഇപ്പോൾ നന്നായിട്ട് വേറൊരു കളറായിട്ട് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സായി ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മിക്സിലോട്ട് റവയും ഉപ്പും തൈരൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ മിക്സ് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ആ മിക്സ് ഒരുമിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് അതിൽ ഡിസോൾവ് ആവണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കൊറിയൻഡർ ലീവ്സും നമ്മൾ വേപ്പിലും കൂടെ ചേർത്ത് മിക്സാക്കി, നന്നായി മിക്സാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് നമ്മൾ ഉണ്ണിയപ്പം ചെയ്യുമ്പം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം, അതിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കണം. എന്നാൽ വാട്ടറിൻ്റെ ലെവൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പം വെള്ളം അതിനനുസരിച്ച് നോക്കി പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഓവറാവാൻ പാടില്ല, ഓവറായി കഴിഞ്ഞാൽ പറ്റ ലൂസായി പോവും. അതുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ വെള്ളം പാകത്തിന് ഓരോ ടൈം എടുത്ത് മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതലായിട്ട് ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. മിക്സ് നന്നായിട്ട് ഡിസോൾവ് ആവണം. അതിൽ നമ്മൾ ഉള്ളിയും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. ഇപ്പം നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റിയാണ്. വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഇതെന്തായാലും ഇഷ്ടപ്പെടും. ചൂടോടെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അധികം എണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു പുളിയും ആ ഒരു ഉള്ളിയുടെ ടേസ്റ്റ് എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണിത്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. പാൻ ചൂടായി വരുന്ന ടൈമിൽ പാൻ ചൂടായി വരുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂണായിട്ട് ചെയ്താൽ മതി. കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം, ഇല്ലേ അത് ലൂസായി പോവും. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. കുറച്ച് സമയം വേവാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. വെന്തിട്ടുണ്ട്, നമുക്കിനി മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ഉൾഭാഗം വെന്ത് കാണില്ല, അതുകൊണ്ടാണ് മറിച്ചിട്ട് വേവിക്കുന്നത്. എല്ലാം നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, ആ തൈരിൻ്റെയൊക്കെ നല്ലൊരു മണമാണ്. അധികം വെന്ത് പോകരുത്, അടിഭാഗം കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി, ഇല്ലേ ഓവറായിട്ട് വെന്ത് പോവും. കാരണം ഉള്ളിയൊക്കെ ഇതിൽ വെന്തതാണ് ഓൾറെഡി. റവ ഒന്ന് വെന്തെടുക്കേണ്ട കാര്യമുള്ളൂ. മൂടി വെച്ച് വേവിക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കത് എടുക്കാം. നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ടേസ്റ്റാണ് അതിന്. ആയിട്ടുണ്ട്. നല്ലൊരു ഡിഷാണ്, ഈവനിങ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും.